അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത് അല്ലേ? അതെ, ദേശീയ വാർത്തകളുമായി രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കേണ്ട വാർത്തകൾ? സജിത്, അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ കെ കവിത ഹാജരാവുകയാണ്. കവിതയെ ഇ.ഡി. വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ത്രിപുരയിൽ പ്രതിമ ഭൗമിക് രാജിവെച്ചതോടെ ധൻപൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ഇതുൾപ്പെടെയുള്ള ദേശീയ വാർത്തകൾ വിശദമായി നോക്കാം. ഡൽഹി മദ്യനയ കേസിൽ ഇന്ന് കെ കവിത വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഹാജരാവുകയാണ്. ഇത് രണ്ടാം തവണയാണ് കെ കവിതയെ ഇ.ഡി. ഈ കേസിൽ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ കെ കവിത ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണം, ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അടിയന്തരമായി കേസ് പരിഗണിക്കാൻ, തീർപ്പാക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. സുപ്രീം കോടതിയെ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നൊരു തിരിച്ചടിയാണ് കെ കവിതയ്ക്കുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ കെ കവിത ഇന്ന് ഏതായാലും ഇ.ഡി. മുമ്പാകെ ഹാജരാകും. 11 മണിക്ക് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ.ഡി. നോട്ടീസ് ഏതായാലും കവിതയ്ക്ക് നൽകിയിരിക്കുന്നത്. രണ്ടാം തവണയാണ് കവിതയെ ഇതേ വിഷയത്തിൽ ഇ.ഡി. ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയും കവിത 9 മണിക്കൂർ നേരം ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. ഇ.ഡി. വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ CBI ഈ കേസിൽ തന്നെ കെ കവിതയെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ കെ കവിത CBIക്ക് നൽകിയ മൊഴിയും അതിനുശേഷമുണ്ടായ അറസ്റ്റുകൾ തമ്മിലുള്ള മൊഴിയും, ഈ മൊഴികളൊന്നും തമ്മിൽ പൊരുത്തമില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി കെ കവിതയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഇ.ഡി. വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ നീക്കമാണ് ഇ.ഡിയുടെ ഭാഗത്ത് നിന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ BRS ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മന്ത്രിമാരെ, BRSന്റെ മന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു, തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഏതായാലും ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇ.ഡി. പോകാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് ഏവരും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവിതയുമായി അടുത്ത ബന്ധമുള്ള ചില ആളുകൾ, പ്രത്യേകിച്ച് ചാർട്ടേഡ് അക്കൗണ്ട് അടക്കമുള്ളവരെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI അടക്കമുള്ള ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതും കെ കവിതയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ത്രിപുരയിൽ പ്രതിമ ഭൗമിക് രാജിവെച്ചു എന്നുള്ളതാണ്. CPMന്റെ കോട്ടയായ ധൻപൂരിൽ നിന്നായിരുന്നു കേന്ദ്രമന്ത്രി കൂടിയായ പ്രതിമ ഭൗമിക്കിന്റെ വിജയം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരായിരുന്നു പ്രതിമ ഭൗമിക്കിൻ്റെത്. പക്ഷേ വീണ്ടും BJP തന്നെ ഭൂരിപക്ഷം നേടിയതിനാൽ അവിടെ മണിക് സാഹ തന്നെ തുടരട്ടെ എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിമ ഭൗമിക്കിന് മുഖ്യമന്ത്രി പദത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിച്ചില്ല. മന്ത്രിസഭയിലും അവർ ഇടം പിടിക്കുകയും ചെയ്തിരുന്നില്ല. ഇപ്പോഴേതായാലും ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി നിർദ്ദേശപ്രകാരം ഇപ്പോൾ പ്രതിമ ഭൗമിക് രാജിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധൻപൂരിൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. സ്വാഭാവികമായും 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രകാരം മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ ജിഷ്ണു ദേവ് ബർമാൻ അവിടെ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. കാരണം സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം ഇത്തവണ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും സഭയിൽ എത്തിക്കാനായി ധൻപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചകളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കാരണം 5 തവണ മണിക് സർക്കാർ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ധൻപൂർ. അവിടെ CPM ആദ്യമായാണ്, ത്രിപുരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സീറ്റ് തോൽക്കുന്നത്. അവിടെ സീറ്റ് തിരിച്ചു പിടിക്കാൻ മണിക് സർക്കാരിനെ വീണ്ടും രംഗത്തിറക്കുമെന്ന ചർച്ചകളും ഏതായാലും ചൂടുപിടിക്കുകയാണ്. ഏതായാലും 6 മാസത്തിനുള്ളിൽ ധൻപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മഹാരാഷ്ട്രയിൽ കർഷകരുടെ ലോങ് മാർച്ച് തുടരുന്നു എന്ന് തന്നെയാണ്. കാരണം കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഉള്ളിക്ക് ന്യായവില അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാസിക്കിൽ നിന്നാണ് ലോങ് മാർച്ച്, കർഷകരുടെ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. നാളെ അത് മുംബൈ നഗരത്തിൽ പ്രവേശിക്കാനിരിക്കുകയാണ്. ഏതാണ്ട് 10,000-കണക്കിന് കർഷകരാണ് നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് കാൽനടയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ 2 മന്ത്രിമാരെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കർഷക പ്രതിനിധികളുമായി ചർച്ചയ്ക്കായി നിയോഗിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴേതായാലും ഈ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.